Good evening, this is Vikas Karthik. This is Radhika Menon here. ടോക്ക് ഓഫ് ദി ടൗണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമദ് സാം, ഒരു വെറൈറ്റി കലാകാരൻ, ഒരു അസാധ്യ കലാകാരൻ, സകല കലാവല്ലഭൻ. സമദ് സാം, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. ആദ്യം തന്നെ നല്ലൊരു ഇത് ഹൈപ്പിന്റെ കാലാണല്ലോ. അതെ, അപ്പൊ രാധിക നമുക്ക് തുടങ്ങല്ലേ? ഉറപ്പായിട്ടും. ആദ്യം ഞങ്ങളുടെ വക ഒരു ഡെഡിക്കേഷൻ ആണ് കാന്ന് വിളിക്കാവോ? ഓക്കെ, സമ്മതിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ആണ്. ശരത് സാറിന്റെ ഒരു സോങ് ആണ്. ടോണി ബ്രോ, ഇഫ്താർക്കായി പോയി. വീണാനാദം പോലെ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ കുളിരോണം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. ചന്ദനനൗകയിൽ സർപ്പം പാട്ടിലൊഴുകി വന്നു ഞാൻ, പാരിടമാകവേ പനിനീർ തോകി കനകമുകിലുകൾ സ്വർണ്ണമത്സ്യങ്ങൾ നീന്തലി കണ്ണിഴിപ്പൊയ്കൾ കണ്ടോ, തേനിലാപ്പൂക്കൾ വീഴവേ സ്വപ്നരാഗങ്ങൾ കണ്ടോ, ഇതിലേ പ്രതിനയ മധുരിമ തഴുകിയ പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. താങ്ക് യു. സംഗതികളൊക്കെ നൈസായിരുന്നു, അടിപൊളി. സമദ് ഭായ്, ഞാൻ നോക്കുമ്പോഴേ ഞാൻ നിങ്ങളുടെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒബ്സർവേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ നാട്ടിലൊക്കെ പോകുന്ന ഫ്ലൈറ്റിൽ ഇറങ്ങുന്ന സമയത്ത് അതാണ് എന്നെ ഹുക്ക് ചെയ്തൊരു പോയിന്റ്. അതായത് ഇവര് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇവരെന്ത് ഈ പൈലറ്റുമാര് ഇങ്ങനെ ഇത്ര അലസമായിട്ട് എന്ത് അത് ജഡ്ജസ് എന്ന് പറയുകയും ചെയ്തു അതിനെ കുറിച്ചിട്ട്. ഈ ഒരു സംഭവം വല്ലാത്തൊരു രസമായി തോന്നി. രാധിക കേട്ടിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അത് സാധാരണ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് എനർജി ഉണ്ടാവും, ലാൻഡിങ് ആകുമ്പോ ഏകദേശം ഫ്ലൈറ്റ് ഒക്കെ അവരതിന് വേണ്ടിട്ട് എനർജി കൂട്ടി പറയുന്നില്ല. അവരവരുടേതായ എല്ലാ പൈലറ്റുമാരും ഏകദേശം ഇങ്ങനെയാണ്. അതായത് രാവിലെ തന്നെ ഒരു ചായ കുടിച്ചിരിക്കുമ്പോ നമ്മൾ സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു രസമായിട്ട് തോന്നി. അതൊന്നും നോക്കാം, നമുക്ക് ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ladies and gentlemen, this is Captain John Ryder speaking. Welcome to the Fabulous Cafe.
We are ready to starting from Dubai to Canada. It will take more than 8 hours. Everybody take care. Thank you very much. അങ്ങനെയുള്ളൊരു ആയിട്ടാണ്. കാരണം വെച്ചാൽ അത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഒത്തിരി മണിക്കൂറൊക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് ഏകദേശം അതിൻ്റെ ലാൻഡിങ് ടൈമും Everybody take care. We are landing in Canada International Airport. And within 20 minutes, everybody take care. We are requesting the seat belt. And thank you very much. നമ്മുടെ ആ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് അവർക്ക് ഉറങ്ങേണ്ട സമയമായി. അതിന്റെ ഒരു മോഡുലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ ആയിരിക്കും മേ ബി. നമ്മുടെ ഒരു ഒബ്സർവേഷൻ ആണ്. തീർച്ചയായും ഒബ്സർവേഷൻ എങ്ങനെയാണ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്? ഞാൻ ശരിക്ക് ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ശരിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മിമിക്രി തുടങ്ങിയത്. ഏകദേശം 2001 കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഒരു 24 വർഷത്തിനടുത്തായി. അപ്പൊ ആ സമയത്ത് കലോത്സവം കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മള്. അപ്പൊ വോയിസ് ചേഞ്ച് ആകുന്ന ഒരു സമയമാണ്. മെൻസിന്റെ ഒരു വോയിസ് മോഡുലേഷന്റെ. ആ സമയത്തും എനിക്കൊന്നും ഒരു 10-15 നടന്മാരുടെയൊക്കെ ശബ്ദങ്ങൾ ചെയ്യും. സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ശബ്ദങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെയായിരുന്നു അന്നത്തെ ഹൈലൈറ്റ്. പിന്നെ അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് എനിക്കൊന്ന് ഒരു 10ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പം ഗാനമേള ട്രൂപ്പിന്റെ കൂടെ 1 man ഷോ സെറ്റപ്പിലൂടെ അങ്ങനെ മിമിക്രി ചെയ്യാറുണ്ട്. പിന്നെ വന്ന് ശരിക്കും ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടി തുടങ്ങിയത്. ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ റേഡിയോ ചാനലായിക്കോട്ടെ അതിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മിഥുൻ ചേട്ടന്റെ പോലുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ ഒരു ഇത് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോ നാട്ടിലുണ്ടായിരുന്നു, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഒട്ടുമിക്ക ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ എല്ലാ ചാനലിലൊക്കെ. ആ ചാനലുകൾ ചെയ്യുമ്പോഴും ദുബായിലെ പ്രവാസി തന്നെയായിരുന്നു. 2018 വരെ ഞാൻ പ്രവാസിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പോയി. പിന്നീട് നാട്ടിൽ ഫ്ലഡ് കാര്യങ്ങൾ, പിന്നെ കൊറോണ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. 2-3 കൊല്ലം അങ്ങനെ ബ്രേക്ക് ആയല്ലോ. ശരിക്കും അതിന് ശേഷം ഒരു ജോലിയായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഫ്രീലാൻസ് വിസ എടുത്തു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയിൽ. ഇവിടുന്ന് വിസ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. പല രാജ്യങ്ങൾ, ബഹ്റൈന്, കുവൈറ്റ്, GCC രാജ്യങ്ങളെല്ലാം പോകാറുണ്ട്. പെട്ടെന്ന് നാട്ടിലിപ്പോൾ ഷൂട്ടിൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചിയിലോട്ട് പോകും. സിനിമ വല്ലതുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ റോളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ. സിനിമ ഒരു 3 എണ്ണം ചെയ്തു. മേരാനാം ഷാജി, നാദിർ ഷാജി, പിന്നെ വർക്കി, അതിൽ ചെറിയ സീനുണ്ട്. പിന്നെ ഒരു പടം ചായ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് വെട്ടിലായി പോയതാണ്. പിന്നെ പുതിയൊരു പടം പറഞ്ഞിട്ടുണ്ട്, മമ്മി സെഞ്ചുറി, ജൂനിയർ മണ്ടറൊക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ പുതിയൊരു പടം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രൊഡ്യൂസറായിട്ട് മമ്മി സെഞ്ചുറി എന്ന് പറയുമ്പോൾ നാദൃഷിക്കായൊക്കെ കൊണ്ടുവന്ന ആളാണ്. അപ്പം എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇപ്പൊ സിനിമയായാലും ഇതുപോലെ ഷോകളായാലും നാട്ടിൽ അതിലുള്ള ചാൻസ് കൂടുതലല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് പ്രവാസിയായി? എസ്പെഷ്യലി നിങ്ങൾ വേറെ വർക്ക് ചെയ്യുന്നില്ല, ഒരു മുഴുനീള ആർട്ടിസ്റ്റ് ആണ്. ബേസിക്കലി എനിക്ക് താമസിക്കാൻ ഇഷ്ടം എറണാകുളം പോലുള്ള സ്ഥലങ്ങളാണ്. എന്റെ സ്ഥലം കണ്ണൂരാണ്. അപ്പൊ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അത് നിറവേറി കഴിഞ്ഞ് എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. സമതിന്റെ പെർഫോമൻസ് പലതും കണ്ട സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റയർ വോയിസുകൾ ഒരുപാട് കണ്ടു. PC ജോർജ് സാർ ആണെങ്കിലും ഷമ്മി തിലകനാണെങ്കിലും അതൊക്കെ എടുക്കാനുള്ള ഒരു കറേജ് അതെങ്ങനെയാണ്? PC ജോർജ് സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ ശബ്ദം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ എനിക്കറിയാം എന്നേക്കാൾ നന്നായിട്ട് ചെയ്യുന്ന കുറെ പേര് കേരളത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില നോട്ട്സുകളൊക്കെ ഉണ്ട്. അത് കുറച്ച് ഞാൻ ഒബ്സർവ് ചെയ്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നെ ഫോണ് വിളിച്ച് അതിന്റെ അപ്രീസിയേഷൻ പറഞ്ഞു. അപ്പൊ അത് വലിയൊരു ഷോക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ലൈറ്റ് വോയിസ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ വികാസല്ലേ
സന്ധ്യ, രാധിക. രാധിക എന്ന് പറയുമ്പോൾ രാധിക തിലക് എന്ന് പറയുന്ന വലിയൊരു കലാകാരിയുണ്ട് പാട്ടിൽ. ആ ഒരു പാട്ടുകാരിയെ വെല്ലുന്ന ശബ്ദത്തിൽ നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ UBL ചാനലിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് കലാകാരന്മാർ വരുന്നുണ്ട്. കലാകാരന്മാരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വലിയൊരു വേദി തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം തുടങ്ങിയിട്ട് 40 വർഷമായി. എൻ്റെ കരിവാരി തേക്കാൻ വേണ്ടി പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യെ കിട്ടുവാണെങ്കിൽ അവന്മാരെ ഞാനുണ്ടല്ലോ കാലേ വാരും നിലത്തടിക്കും. സത്യം, അവരെ കാണുമ്പോൾ ശരിക്കും എനിക്ക് വായിൽ പൊളിച്ച് തെറിയാൻ പറയുന്നത്. ഞാൻ പിന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. താങ്ക് യു. അടിപൊളി. ഞാൻ അതെ, പിന്നെ സംഭവം വിളിച്ചിട്ട് ആളെ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ആൾ സംസാരിച്ചത്, ആ ഒരു സംഭവം? ആ സമയത്ത് പിന്നെ ഞാൻ ബൈക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ കോളിങ്ങനെ വന്നു. കോള് പെട്ടെന്ന് എടുത്തു. ആരാന്ന് വിളിക്കുന്ന അറിയില്ലല്ലോ. വിളിച്ചപാട് സമതാണോ? അതെ, സമതാണ്. താൻ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ശബ്ദം അനുകരിച്ചത്? ഇങ്ങനെയാണ് പറഞ്ഞത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം. പെട്ടെന്ന് ഫോണിൽ കൂടി വോയിസ് ചേഞ്ച് ആവല്ലോ. ഞാൻ പിന്നെ അല്ല ആരാ ഇത്? ഞാൻ PC പറഞ്ഞ. അയ്യോ സാറേ എന്ന് പറയാവുന്നതല്ല. നിങ്ങൾ ആരടുത്ത് ഞാനത് അപ്രിസിയേഷൻ പറയാൻ വേണ്ടി വിളിച്ചതാ. എൻ്റെ ഭാര്യയാണ് നിങ്ങളെ ശബ്ദം അനുകരിച്ചത് കാണിച്ചു തന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകട്ടെ കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. സന്തോഷം. ഞാൻ പെട്ടെന്ന് ഷോക്കായി. പിന്നെ തീർച്ചയായും അതുപോലെ ദുൽഖർ സൽമാന്റെ മുമ്പിൽ വെച്ചിട്ട് അതൊരു വല്ലാത്തൊരു അനുഭവമല്ലായിരുന്നു. അത് പക്ഷെ 2 വോയിസ് ഒരേ സമയമാണല്ലേ? തിലകൻ സാറിന്റെ രണ്ടും ഒരേ സമയമാണ്. നമ്മുടെ മിമിക്രിക്കാര് ഈ ഉസ്താദ് ഹോട്ടലിൽ ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ വോയിസ്. അപ്പൊ ആ സമയത്താണ് ഏഷ്യ വിഷൻ ഫിലിം അവാർഡ് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് അറിയുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ദുൽഖറുമായിട്ടാണ് ചെറിയൊരു മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാനൊന്ന് പേടിച്ചു. കാരണം സംഭവം അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ അനുകരിക്കാന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമാണല്ലോ. എത്രത്തോളം അത് വർക്കൗട്ടായി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വോയിസ് അത് കഴിഞ്ഞ പിന്നെ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്. ദുൽഖർ പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 1-2 ലൊക്കേഷനിൽ ഞാൻ നാട്ടിൽ പോയപ്പോഴൊക്കെ പറയുമ്പം ഓർക്കുന്നുണ്ടായിരുന്നു. അല്ലെ, എന്നെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് അന്ന് തിലകൻ സാറില്ലേ? രണ്ടുപേരുടെ ശബ്ദമാണ് ഞാൻ അനുകരിച്ചത്. അതെ. ഒന്നാമത് അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. മറ്റേ മോനെ ഫൈസി, ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പതുക്കെ വന്ന് നിൽക്കണം. പപ്പ, നിങ്ങളെ സുലൈമാനി പഠിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേകം മുഹബത്ത. എന്തോ പപ്പ അങ്ങനെ എന്താണെന്നറിയാം. ഈ കോഴിക്കടങ്ങാണെങ്കിൽ നിങ്ങളെ ബിരിയാണി കഴിച്ച ബാക്കിയില്ല. പപ്പ, നിങ്ങൾക്ക് മുഹബത്തുണ്ടായിരുന്നു. നിങ്ങളെ മുഹബത്തിന്റെ കഥയൊന്ന് പറഞ്ഞൊരു പപ്പ. മോനെ ഫൈസി, ശരിക്കും മോഡുലേഷൻ പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളെ മൂവിയിൽ കേൾക്കുന്ന അതേപോലെ തന്നെ ഇരിക്കുന്നു. ഈ ഒരു അപ്ഡേറ്റ് ആവാന്ന് പറഞ്ഞൊരു പരിപാടി മിമിക്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. പലരും അപ്ഡേറ്റ് ആവാണ്ട് ഔട്ടായി പോയ എത്രയോ പേര്, ഒത്തിരി നല്ല കഴിവുള്ള ആൾക്കാര്. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് മിമിക്രിക്കാർ ഇപ്പോഴും അറിയപ്പെടാതെ പോയ എത്രയോ കലാകാരന്മാരുണ്ട് നമ്മുടെ കേരളത്തില്. അതെ, ഈ അപ്ഡേറ്റ് ആയി നിൽക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അപ്ഡേറ്റ് ആയി നിൽക്കാൻ വേണ്ട എഫേർട്ടുകൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. അതായത് എന്റെയൊക്കെ മിമിക്രി തുടങ്ങിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അങ്ങനെയുള്ള പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം, ദേ മാവേലി കൊമ്പത്ത്, ഇതുപോലുള്ള സംഭവങ്ങൾ, അതിലായിരുന്നു നമുക്കൊരു വോയിസ് പഠിക്കാനുള്ള ഒരു മാധ്യമം ഉണ്ടായിരുന്നത്. അത് എപ്പോഴും നമ്മൾ വീട്ടിൽ അതിങ്ങനെ കേട്ട് എൻ്റെ വീട്ടിൽ അന്നേരം TV ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു ടാപ്പ് റെക്കോർഡ് വാക്മേ എനിക്ക് ഗൾഫിൽ നിന്ന് എൻ്റെ അമ്മാവൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംഭവങ്ങൾ കേട്ട് അതിലേക്കാണ് ഞാൻ ഇത് പഠിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യൂട്യൂബായി, സോഷ്യൽ മീഡിയ ആയി. അത് നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്ഡേഷൻ എന്ന് ഇപ്പം ബ്രോ പറഞ്ഞതുപോലെ തന്നെ
നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് മിമിക്രിയിലൂടെ കൊണ്ടുവന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് ജനങ്ങൾക്ക് ഉപകാരം ഉള്ളതാവാം, തമാശ ഉള്ളതാവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് ചെയ്താലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ചിലപ്പോഴെങ്കിലും ഒരു ബേർഡൻ, ബാധ്യതയായി മാറിയിട്ടുണ്ടോ? മസ്റ്റായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരേണ്ട ചില പ്രോഗ്രാം മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ചോദിക്കും, സമ്മതം പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ഷോയിൽ നമുക്ക് വിളിക്കാട്ടോ. അപ്പോൾ അന്നേരം നമുക്കൊരു ഫീലിംഗ് ആവും. കാരണം നമ്മൾ കുറച്ചും കൂടി അപ്ഡേഷൻ അവരെക്കാൾ പിറകിലാണ് എന്നുള്ളത് തോന്നിപ്പോൾ. എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പണ്ട് നമ്മൾ ഈ മിമിക്രി ആർട്ടിസ്റ്റിന് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചിലർ കംപ്ലീറ്റ്ലി ആ മാനറിസം കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പോലെയും അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് അത് കാണുന്നത് വളരെ കുറവാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരുപോലെ, അതുകൊണ്ട് തന്നെ പലർക്കും അവസരങ്ങൾ അല്ല, അതായത് അവരുടെ ആ ഒരു ഹെയർ സ്റ്റൈൽ ആണെങ്കിലും കംപ്ലീറ്റ്ലി ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലേ. സോ അത് അവർക്ക് അതുമൂലം പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ് എങ്ങനെയാണ് സമ്മന്റെ തോന്നുന്നത്? ആ ഒരു ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ഞാനൊരു മിമിക്രിക്കാരനാണ്. ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും പിന്നെ ഫൈനൽ എൻഡിങ് നമ്മുടെ ഒരു എയിം എന്ന് വെച്ചാൽ സിനിമയാണ്. സിനിമയിൽ നമ്മൾ നല്ലൊരു താരമായി നിൽക്കുക എന്നുള്ളത്. ഇന്ന് ഒരുപാട് പേര് മിമിക്രിയിലൂടെ വന്നവരാണ്. ജയറാമേട്ടൻ, ദിലീപേട്ടൻ, നസീറക്ക, ജയസൂര്യ, അങ്ങനെ ഒത്തിരി പേര്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു നടൻ്റെ മാനറിസം തന്നെയാണെങ്കിൽ നമ്മുടെ ചില ഭാവങ്ങളും ചേഷ്ടകളൊക്കെ അതിലേക്ക് വരും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ഏറ്റവും നല്ലത് പെട്ടെന്ന് നമുക്ക് ക്യാരക്ടർ ആവാനും ക്യാരക്ടർ പെട്ടെന്ന് മാറ്റാനുമുള്ള ഒരു കഴിവാണ് ഒരു നടൻ എന്നുള്ള ലക്ഷ്യം വെക്കുന്ന ഒരു മിമിക്രിക്കാരന് വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊന്നും കൂടുതൽ മാനറിസം കൊണ്ടുവരാറില്ല, ശബ്ദങ്ങൾക്ക് മാത്രമാണ് എൻ്റെ. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ, മലയാളി ആർട്ടിസ്റ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി നടന്മാരെ ചെയ്യുന്ന ആൾക്കാർ വളരെ റയറാണ്. അപ്പൊ അഭിയൊക്കെയാണ്, അമിതാഭ് ബച്ചനൊക്കെ കഴിഞ്ഞ് ഒരു ഹിന്ദി അങ്ങനത്തെ ആൾക്കാർ, അമീർ ഖാൻ അങ്ങനത്തെ പോലുള്ള ആൾക്കാരൊന്നും ചെയ്യാറില്ല. സാക്കിനൊക്കെ ചില പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നല്ലാണ്ട് ഒരു കൃത്യമായിട്ടുള്ള സംഭവം വരാറില്ല. പക്ഷെ സൽമാൻ ഖാൻ അജാതി പെർഫെക്ഷൻ ആണ് ബ്രോ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ലാംഗ്വേജ് ആയാലും സ്ലാങ് ആയാലും ഈവൻ അയാളുടെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ഒരു സംഭവം എങ്ങനെയാണ് അത്? പിന്നെ വൈ സൽമാൻ ഖാൻ എന്നും കൂടി. അതെ, സൽമാൻ ഖാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ബോഡി കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പിന്നെ അഭിനയിക്കോട്ടെ, പിന്നെ പാട്ടുകൾ, ഉദിത് നാരായണൻ അതുള്ള സിംഗേഴ്സ് പാടിയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഇദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു ഫാനാണ്. എസ്പെഷ്യലി SRK ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ചില വോക്കൽ മോഡുലേഷൻ കുറച്ചൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ സൽമാൻ ഖാനിലേക്ക് കിട്ടുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഞാൻ സ്റ്റേജിൽ അദ്ദേഹം നടന്നു വരുന്ന ഒരു മാനറിസം, അതെ, എന്നാലും അത് മറ്റേ നടന്നു വരുന്ന സംഭവം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ആ ശബ്ദവും ഒന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ആ വോയിസ് കിട്ടുന്നത്. ഇപ്പൊ എത്രത്തോളം കിട്ടുന്ന അറിയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഇപ്പം നമ്മൾ ഈ വേദിയിൽ സൽമാൻ ഖാൻ എത്തി സംസാരിക്കുന്നു. अस्सलाम वालेकुम. स्वागत नहीं करेगा हमारा? थैंक यू. वेल, फर्स्ट ऑफ ऑल मैं इधर आने कुछ कारण जो है, राधिका है, विवेक, especially UPL channel. I'm saying about my girlfriend. All the same, I'm seeing her, I'm loving her, I'm talking about her. Lot of girlfriend है कि मैं क्या करेगा. सिकंदर आता है, मैं सबको मैं बोलता है सिकंदर सब लोग देखना चाहिए, सब कुछ आता है. थैंक यू. അടിപൊളി. അപ്പൊ SRK ചെയ്യാറുണ്ടോ? SRK മുമ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇപ്പൊ അത് കിട്ടില്ല. पूजा, I love you पूजा. एक लड़की थी दीवानी से, वो एक लड़के पे उम्र मरते थे, नजरें झुका के शर्म आंखें गलिया से गुजर दी थी.
ഇത് പക്കാ പെർഫെക്റ്റ് ആട്ടാ. മുമ്പ് ചെയ്തിരുന്നോ പറയുന്നത് കുറെ കൊല്ലം മുന്നേ ചെയ്തു. അതെ, അടിപൊളി, ഗംഭീരായിട്ട്, അസലായിട്ട്. ഇപ്പൊ നമ്മള് സിംഗേഴ്സ് ആണെങ്കിലും ഇപ്പൊ സാധകം ചെയ്യും, അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ സൗണ്ട് എന്തെങ്കിലും മോഡുലേഷൻ ഇതൊക്കെ എന്തെങ്കിലും പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടോ? ശരിക്കും ഒരു കൗതുകമാണ് നമുക്ക് അറിയാനായിട്ട്. പ്രാക്ടീസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെയാണ്. കുറെ ദിവസങ്ങളൊക്കെ ചെയ്യാതിരുന്ന പ്രശ്നങ്ങളാണ്. പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു വോയിസിന്റെ ഒരു സോഴ്സ്, ഉത്ഭവം എന്നുള്ള സാധനം. ഒരു നടനെ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിലുണ്ടാവും. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യണം എപ്പോഴും. ഇപ്പൊ തുടക്കത്തിലേ പറഞ്ഞു സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴെങ്കിലും പഠിപ്പിക്കണ ഏതെങ്കിലും ടീച്ചേഴ്സിനെ കണ്ടിട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ട് ഇപ്പൊ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ? അന്ന് ഞാന് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത് സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതായത് എന്റെ കലാജീവിതത്തിന് ഒരു നല്ലൊരു എന്താ പറയാ സപ്പോർട്ട് ഉണ്ടായി. കണ്ണൂരാണ്, കണ്ണൂർ തളിപ്പറമ്പാണ്. അപ്പോ അവിടുത്തെ യുവജനോത്സവ സമയത്ത്, കലോത്സവ സമയത്തൊക്കെ ടീച്ചേഴ്സിന്റെ വോയിസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഫിലിം ആക്ടേഴ്സിന്റെ വോയിസ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് അവർ ആസ്വദിക്കുന്ന കാണുന്നത് ടീച്ചേഴ്സിന്റെ വോയിസ് ചെയ്യുമ്പോഴാണ്. ടീച്ചേഴ്സ് ഏതെങ്കിലും ടീച്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ടീച്ചർ ഉണ്ടാവുമല്ലോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2-3 ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരാള് ഷഹീർ സാർ എന്ന് പറഞ്ഞ ഒരു കോഴിക്കോടുള്ള ഒരു മാത്സിന്റെ നല്ലൊരു സാർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ നല്ല ബേസ് വോയിസ് ആണ്. നിനക്ക് പഠിക്കണ്ടേ? പഠിച്ചില്ല. ഈ ഒരു ബേസ് ഭയങ്കര ബേസുള്ള ഒരു സാധനം. വർഷമായില്ലേ, 20-23 വർഷത്തിന്റെ ഈ മിമിക്രിയും സംഭവങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ തുടങ്ങി. അപ്പോ എപ്പോഴും ഒരു കലാകാരൻ നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് എല്ലാവരോടും നീ വേറെ പണിയില്ല, നീ ഇത് നോക്കി, അങ്ങനത്തെ ഒരു സംഭവങ്ങള് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിൽ ലൈക്ക് ജോലിക്ക് പോ, ഇത് ഒരു ഉപജീവന മാർഗ്ഗമാക്കാൻ പറ്റില്ല എന്നുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്? ബേസിക്കലി ഞാൻ കണ്ണൂർ ജില്ല ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു ഇൻട്രോവേർട്ട് ചിന്തയാണ് ഈ കലാ മേഖലയിൽ. എല്ലാ കാര്യങ്ങളിലും ഓക്കെ ആണെങ്കിലും കല എന്നുള്ളത് രാഷ്ട്രീയമാണ് കുറച്ചും കൂടി ഒന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഞാന് നമ്മുടെ എല്ലാം അവിടുത്തെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു +2 അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെങ്കിലായിട്ട് ഗൾഫ് പോവുക, ജോലി ചെയ്യുക എന്നുള്ള മൈൻഡാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ പണ്ടേ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനാവുക എന്നുള്ള ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും കുറച്ച് പേരൊക്കെ പണ്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് എവിടെയാണ് കൂവലും വിളിയെന്ന് പറയും. അപ്പൊ അന്ന് കളിയാക്കിയ കുറച്ച് പേര് ഇന്ന് എന്നെ കണ്ടിട്ട് അഭിമാനിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഫാമിലിയിൽ ഒരുപാട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ എൻ്റെ മിമിക്രി ഉപജീവനം കൊണ്ട് തന്നെയാണ് എൻ്റെ ഫാമിലി സംരക്ഷിക്കുന്നത്. അവരിപ്പോഴും ഹാപ്പിയാണ്. ഞാനൊരു വീടൊക്കെ വെച്ച് അപ്പം അവരെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവര് സേഫ് ആക്കിയത് കൊണ്ട് അവർക്ക് ഒരു വിഷയമില്ല. കാരണം എന്റെ തൊഴില് ഇത് തന്നെയാണ്. പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്റെ നാട്ടുകാർക്കൊന്നും എന്നെ പറ്റി എതിര് പറയാനുള്ള ഒരു സംഭവം, ഒരു റീസൺ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു, ഹാപ്പിയായിട്ട് പോകുന്നു, വലിയ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും ഹാപ്പിയാണ്, നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഈ അപ്ഡേഷന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാറുകളുണ്ടോ? ബേസിക്കലി ഇപ്പൊ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പുതിയ സ്റ്റാർ ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം റീസെന്റ് റിയാസ് ഖാന്റെയും പിന്നെ ബാലയുടെ ഒക്കെ സൗണ്ടുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതെ. ഈ ഭാസ്കര, ഇവിടെ എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം എന്റെ വക. ഇന്ന് എല്ലാം എന്റെ ചെലവ്. അപ്പൊ എങ്ങനെ എല്ലാവരും അടിച്ച് കേറി വാ. എല്ലാവരും എങ്ങനെ അടിച്ച് കേറി വരട്ടെ. ഇപ്പോ ലോകം മുഴുവൻ മലയാളികളൊക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. മാർച്ച് 27 റിലീസ് ആവാണ്. പൃഥ്വിയുടെ ശബ്ദം ചെയ്യാൻ പറ്റും? അതിന് ഒരു റിക്വസ്റ്റ് കൂടി പറഞ്ഞോട്ടെ. എന്തായാലും എമ്പുരാൻ നമ്മൾ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ അവരുടെ റിലീസ് ചെയ്യാൻ പോകുന്നത് മോഹൻലാൽ സാറും പൃഥ്വിരാജ് രണ്ടുപേരും കൂടി പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? ഒരു ക്യൂരിയോസിറ്റി. ശരിക്കും പറഞ്ഞാല്
ഇവരുടെ ശബ്ദം അത്ര വലിയ പെർഫെക്റ്റ് ഒന്നല്ല. അതെ, അല്ല നമുക്ക് എന്നാലും നമുക്ക് ഒരു സന്തോഷം. പൃഥ്വിരാജിന്റെ ഞാൻ സിനിമ ഡയലോഗ് പറഞ്ഞാൽ മതിയോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അദ്ദേഹം മദ്യപിച്ചിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി കരുതേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞങ്ങ് പോയാ ഈ രമണൻ അങ്ങ് കെട്ടിത്തൂങ്ങിക്കിടന്ന ആളൊന്നു. അത് പണ്ട്. ഇന്ന് ഈ കഴുത്തേലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. അതിന് ചാകാനാണെങ്കിലും ഒരുമിച്ച്, മറിച്ച് ജീവിക്കാനാണേലും ഒരുമിച്ച്. ചോക്ലേറ്റ് അല്ല, സ്വപ്നക്കൂട്. അല്ല, ഇത് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ആയിരുന്നു. ഓ ശരി, ഞാൻ പെട്ടെ മീര ജാസ്മിന്റെ അന്ന് പെട്ടെന്ന് കൂടുതൽ മറ്റേ ഡയലോഗല്ലേ? ഈ കുഞ്ഞുഞ്ഞച്ചാൻ ഒരു പ്രത്യേക ശരിയാണ്. പിറകിൽ നടക്കുന്ന പെണ്ണങ്ങ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ ത്രില്ല് അങ്ങ് പോകും. അതെ അതെ, കുറെ നാളായി ചെയ്തിട്ട് ചെയ്യുമ്പോ 100% പെർഫെക്റ്റ് അതെ, ആയിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. ആ സൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടന്റെ വോയിസ് എന്ന് പറയുമ്പോൾ സിനിമ ഡയലോഗ് അല്ലാതെ വോയിസ് കറക്റ്റ് അല്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു ശൈലി വേണം, മാനറിസം എന്ന് പറയുമ്പോൾ. ഇപ്പൊ വികാസ് പ്രോ ലാലേട്ടനോട് ചോദിക്കുക മലയാളത്തില് എന്തെങ്കിലും ഒരു ലാലേട്ടന് അപ്രിസിയേഷൻ കൊടുത്തിട്ടില്ല എന്തെങ്കിലും സംഭവം ചോദിച്ചാൽ മതി. അപ്പൊ അദ്ദേഹം വൈദ്യ മാറുന്നൊരു സാധനം. റിലീസ് ആവാണ്. എന്താണ് എമ്പുരാനിലുള്ള പ്രതീക്ഷ? എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്താണ് പ്രതീക്ഷ ലാലേട്ട? എന്താ പറയാ, മണി ചായ കുടിച്ചിട്ടുണ്ടോ? മണി ചായ കുടിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ? നന്നായിട്ട് കഴിക്കണം കേട്ടോ. മോളെ കഴിച്ചോ? പിന്നെ ഞാൻ പറയട്ടെ. വികാസിന്റെ ആങ്കറിംഗ് ഒക്കെ ഞാൻ കാണാറുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇത് എന്താ പറയാ, കാര്യം അതങ്ങനെയാണ്. UBL ചാനലിന്റെ വികാസ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു മുതൽക്കൂട്ടല്ലേ അല്ലേ? എന്താ ചോദിച്ചത്? എമ്പുരാനെ പറ്റി എന്താ പറയാറില്ല? എമ്പുരാൻ എല്ലാവരും കാണണം, നല്ലൊരു സിനിമയാണ്. എൻ്റെ സിനിമ കാണാറില്ലേ? എല്ലാ സിനിമയും കാണണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും കാണണം. വളരെ സന്തോഷമുണ്ട് കേട്ടോ, എന്നെ ഇപ്പോൾ വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലൊക്കെ സന്തോഷമുണ്ട്. ഇങ്ങനെയെങ്കിലും ലാലേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയാം, അതിനും വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ചോദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. ലാലേട്ടന് നമുക്ക് പുള്ളിക്കാരോട് സംസാരിക്കുമ്പോൾ രസമാണ്. ചിലപ്പം ചോദിച്ചൊന്നായിരിക്കില്ല പറയല്. കണ്ടിട്ടുണ്ട്, ആളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സംസാരിച്ചു. മഴവില്ലഴകിൽ അമ്മ എന്ന് പറഞ്ഞ ഷോയില് അതില് മലയാളത്തില് ഒട്ടുമിക്ക നടന്മാരൊക്കെ ഉണ്ട്. മമ്മൂക്ക ഉണ്ടായിരുന്നു. കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാന്ന് പറഞ്ഞപ്പോ ആണോ, നല്ലതാണ്. ഇന്റർവ്യൂവിന് പൊതുവേ ഒരു ഇൻട്രോവേർട്ട്, അപ്പൊ ഈ സ്കിപ്പ് ചെയ്യുന്ന സാധനം കറക്റ്റ്. അതെ, ഈ സിനിമ എന്നെല്ലാം പറയുമ്പോ എന്റെ സിനിമ കാണാറുണ്ടല്ലോ അല്ലേ? ഒരു ഇത് കൊടുക്കാം, രസമാണ്. എന്താണെങ്കിലും മെഗാസ്റ്റാറിനെയും കൂടി ഒന്ന് ചെയ്യണം, കാരണം ലാലേട്ട് ചെയ്ത സ്ഥിതിക്ക് മമ്മൂക്കയുടെ ഇപ്പൊ മമ്മൂക്ക ഇവിടെ ലൈവായിട്ട് വന്ന മമ്മൂക്ക സംസാരിക്കുന്നതും സിനിമയിലുള്ള 1-2 മോഡുലേഷൻ പറയാം. ഇപ്പൊ ലൈവായിട്ട് UBL ചാനൽ മമ്മൂട്ട് വന്നു. കറക്റ്റ് ഒന്നും ആയിരിക്കില്ല എന്തോ. നിങ്ങൾ കറക്റ്റ് അല്ലാന്ന് പറയും ചെയ്യും. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ. UBL ചാനലിൽ സത്യം പറഞ്ഞ വികാസിനെ വിളിച്ചപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത്. രാധിക ഉണ്ടായിരുന്നല്ലോ എന്ന സമയത്ത്. മലയാള സിനിമയിൽ എന്നെപ്പോലുള്ള നടന്മാരെ നിങ്ങളൊക്കെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമുക്കൊക്കെ സിനിമ കാണല്ലോ അല്ലേ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? പുതിയ സിനിമകളൊക്കെ വരട്ടെ. നല്ല പാട്ടുകാരിയാണ്, ഞാൻ കേട്ടു, വന്നപ്പോൾ തന്നെ പാട്ടുകൾ കേട്ടു. വികാസിനെ പറ്റി പറയുമ്പോൾ നല്ല ആങ്കറാണ്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ലൈവായിട്ട് ഒരു കാഷ്വൽ ടോക്കാണ്. ഈ മൃഗയ എന്ന സിനിമയിൽ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ട്. അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ചോ. ഞാൻ ഒറ്റത്തുള്ളി കുടിച്ചിട്ടില്ല അച്ചോ. നേരം വെളുക്കാത്ത ഞാൻ ചങ്കോട്ടി ചത്തോ അച്ചോ. തോമസ് ചാത്തല്ല അച്ചോ, ഞാൻ കൊന്നതാ.
കേട്ടിട്ടുണ്ട് ഒരിക്കൽ മിമിക്രി ചെയ്യുമായിരുന്നു മമ്മൂക്ക എന്നുള്ളത്. അത് ആദ്യം കേട്ട സമയത്ത് മമ്മൂക്ക മിമിക്രി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു മമ്മൂക്ക ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും സ്ലാങ്ങുകൾ മാറ്റി സംസാരിക്കുന്ന സംഭവം എന്തെങ്കിലും പ്രാഞ്ചേട്ടൻ ഓർമ്മയില്ല, തൃശ്ശൂർ ഭാഷ എനിക്ക് അറിയാം. പക്ഷെ അത് സാമ്രാജ്യം സിനിമയിലെ ആ ഒരു വോയിസ് മോഡുലേഷൻ അത് കുറച്ചുകൂടി ബേസ് കൊടുത്തിട്ടാണ് സംസാരിച്ചത്. നീ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ? ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന കപ്പിച്ച കാച്ചിന് വേണ്ടിയാണെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നുമല്ല തൻ്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കൊടുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാതെ വലിയ നീ കുറുക്കരുത്. വന്ന മീനോട് തിന്നാനും പറ്റില്ല, കൊളുത്തി ചൂണ്ടലൊടുകയും ചെയ്യും. കളിക്കണമെങ്കിൽ ആണുങ്ങളെ പോലെ കളി. അച്ചിരി കറക്റ്റ് നമ്മൾ കേൾക്കുന്നവര് അല്ലേ. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു ഷമ്മി തിലകൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ധ്രുവം സിനിമ നരസിംഹം നടിയാറിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതില് ഷമ്മി തിലകാണ് ഹൈദർ മരക്കാറിന് ശബ്ദം കൊടുത്തിട്ടുള്ളത്. ഹൈദർ മരക്കാറിന്റെ ഒരു ഷമ്മിച്ചേട്ടൻ ഹാഫ് മാൻ ഹാഫ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ഷമ്മിച്ചേട്ടൻ ശബ്ദം കൊടുത്ത ദേവാസുരം എങ്ങനെയാണെങ്കിൽ നീലകണ്ഠനും ശേഖരനും തമ്മിലുള്ള ഒരു കോംബോ. ഷമ്മിച്ചേട്ടനെ ഇത് മോഡലേഷൻ ചെയ്യാം. നീലാണ്ട, നീ ചത്തില്ലല്ലേ? നിന്നോട് എനിക്ക് കണക്ക് ഒരുപാട് തീർക്കാനുണ്ട്. പകരം വീട്ടും. ഇനി ഏഴിലക്കരയിൽ പാവിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരന് വേണ്ടി മാത്രമായിരിക്കും. നിന്നെ ഞാൻ കാണും, ഇപ്പോഴല്ല, മേലേക്കാവിൽ ഉത്സവത്തിന്. അതുപോലെ തന്നെയാണ് അദ്ദേഹം പ്രജാ സിനിമയിലെ പുള്ളിയുടെ വേറൊരു, അത് പുള്ളി തന്നെ അഭിനയിച്ച ഒരു ശൈലിയാണല്ലോ. സാക്ഷാൽ സക്കീർ അലി ഹുസൈന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ കാലുമേ കാലമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഹാജി മുസ്തഫയുടെ ജീവൻ എടുക്കാൻ അരുണും ഡിഡിയും ഞാനും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ലീഗ് ഉണ്ടാക്കിയ പിന്നെ തണുത്ത് നിർത്താനുള്ള കായ്ക്കരുതൊന്നും ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈന്. എന്നെ പോലുള്ള നീചന്മാരെ പൊരുതിക്കാൻ പറ്റില്ല സക്കീർ ഭായ്. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റും സക്കീർ ഭായ്ക്ക്? കൂടെ നിൽക്കുന്ന കുതികാലം വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബടായിക്കാൻ കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, അങ്ങനെ എന്തോ. ഈ സൂര്യന്റെ ചുവട്ടില് എന്തു നെറുകീടനോ ആവും ബലരാമന്. വല്ലാത്ത ഫീൽ. കാരണം ഇത് ഈ സീൻ ഇപ്പോഴും വയറില്ല. ഇവിടെ പറഞ്ഞവളുടെ എടുപ്പിന്റെ ഗുണം എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. ആ ശരിക്കും ആ ഫീല് രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല പേരും. എനിക്ക് തോന്നുന്നു കോമഡി ഉത്സവത്തിന്റെ ആ ഒരു വീഡിയോയിലാണ് ഞാൻ കണ്ടത്. ഒരേ ടൈമിൽ ഒരുപാട് പേരുടെ ഇങ്ങനെ അതെ അതെങ്ങനെയാണ്? കാരണം അവർ വിത്തിൻ സെക്കൻഡ്സ് ആണ് ഓരോ സൗണ്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രത്യേക പ്രാക്ടീസ് സെക്ഷൻ ആണോ? ആദ്യം അതിന്റെ വീഡിയോ കട്ട് ചെയ്ത് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ മിക്സ് ചെയ്തിട്ട് വോയിസ് ഒന്നുമില്ല, എന്നിട്ട് അത് പ്ലേ ചെയ്ത് അതിന്റെ വോയിസ് ഉള്ള ഒരു ഭാഗം കൂടി എടുക്കും. എന്നിട്ട് അതിൽ നടന്മാർ പറഞ്ഞിരിക്കുന്ന ആ വേർഷൻ ഏത് ടൈപ്പാണ് അതിനെ പരമാവധി പിടിക്കാൻ നോക്കും. അങ്ങനെ മറ്റൊരു മൊബൈൽ വെച്ചിട്ട് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യും ഞാൻ. അങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്തത്. ഇത് അവരവിടെ നിന്ന് തരുന്ന ഒരു ടാസ്ക് ആണ്? ഒരിക്കലല്ല, നമ്മൾ തന്നെ വേൾഡ് റെക്കോർഡിന് നോക്കിയിരുന്നോ? ഇല്ല, നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ ഫ്ലവേഴ്സ് ചാനൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 24 hours പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേൾഡ് റെക്കോർഡൊന്നും ശരിക്കും അതെ അതെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കിട്ടാനുള്ള എല്ലാ ഒരു സാധ്യതകളും ഉണ്ട്. അതെ, അതുപോലെ ചുറ്റുമുള്ള ഈ നിരീക്ഷണ പാഠം എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒബ്സർവ് ചെയ്യും? ഇല്ല. എന്തെങ്കിലും അവർക്ക് സവിശേഷതകൾ കാണാം. ഒരു മനുഷ്യര്, ഒരു 10 മനുഷ്യര് നടന്നു പോവുകയാണെങ്കിൽ ഒരാളെ നമുക്ക് അതിൽ അനുകരിക്കാൻ പറ്റുന്ന ആളായിരിക്കും. ഒരു മിമിക്രിക്കാരന്റെ ഭാഷയിൽ 10 ആള് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു സംഭവം നമ്മളിൽ പിടിക്കും, നമ്മൾക്ക് ക്യാച്ച് ആവും. പിന്നെ നമുക്ക് അയാളിലൊരു സവിശേഷത ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും. സത്യം. അതെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാവണം അയാളുടെ ശബ്ദം കിട്ടാൻ. ഒരാൾ ശത്രുവാണെങ്കിൽ എൻ്റെ ഫീൽഡിൽ എനിക്ക് ശബ്ദം കിട്ടൂല. ഒരാളോടുള്ള ആകർഷണം, ആ ഇഷ്ടം എന്നുള്ളത് ആ വ്യക്തി ചിലപ്പോൾ ആ പ്രായമുള്ള അവരുടെ ശൈലി ആയിരിക്കാം, കൗതുകത്തിന്റെ നിഷ്കളങ്കമായ ശൈലി ആയിരിക്കാം, ചിലപ്പോൾ രൗദ്രഭാവമായിരിക്കാം. എന്തെങ്കിലും സംഭവത്തിൽ അയാളിലൊരു കൗതുകം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും
പിടിക്കാൻ പറ്റും. എപ്പോഴെങ്കിലും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത്, ഇപ്പം മൂവീസിലെ അല്ലാതെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ട് അതായത് ജനങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല, അപരിചിതരായിട്ടുള്ള ആൾക്കാരായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ എപ്പോഴെങ്കിലും ഒരു തീമാക്കി എടുത്തുകൊണ്ട് വന്ന് ചെയ്യാനൊക്കെ പരിചയമില്ലാത്ത ഒരാളുടെ ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ സിറ്റുവേഷനിൽ പോയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരുടെ ആ ഒരു കോൺവെർസേഷൻ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ എനിക്കത് ചെയ്യണമെന്ന് തോന്നി, പക്ഷെ അത് എൻ്റെ കാണുന്ന ഓഡിയൻസിന് അവർ ചിലപ്പോൾ ഫെമിലിയർ ഫേസ് ഒന്നുമല്ല. അങ്ങനെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ എനിക്ക് പരിചയമില്ലാത്തൊരു സന്ദർഭത്തിൽ അതെ ഒരു 3-4 ആളെ ഞാൻ വിളിച്ചിട്ട് മൈക്ക് വെച്ചിട്ട് അവരോട് സംസാരിക്കാൻ പറയും. ഓക്കെ. ഇതിൽ ആരെങ്കിലും ഒരാളെ സൗണ്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ചെയ്യാം, ഓൺ ദ സ്പോട്ട് ആയിട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ചുറ്റുമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദുബായിൽ വന്ന പിന്നെ ഒരുപാട് ഫിലിപ്പീൻസ് സംഭവങ്ങളുണ്ട്. അതിനെ അസാധ്യമായിട്ട് ചെയ്യാറുണ്ട്. അത്രയും പെർഫെക്റ്റോട് പിടിച്ച് അസാധ്യമൊന്നല്ല, അല്ല നമുക്ക് കാണുമ്പോൾ ആൾക്കാർക്കാണുള്ള ഫീൽ ചെയ്യുക. പലരും ഓഡിയൻസ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, സമുദ്രയാണ് വരുന്നതെന്ന് അറിയുമ്പോൾ ഇതൊന്ന് ചെയ്യിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ കുറച്ച് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അത് ഫിലിപ്പീൻസിന്റെ ഭാഷ തഗാലുക്ക് ആണല്ലോ. അപ്പം ആ തഗാലുക്ക് ഭാഷ ഇവരുടെ ഈ ഇംഗ്ലീഷ് സംസാരത്തിലും ആ മിക്സ് സംഭവം. അത് ഇപ്പൊ അവരുടെ ശൈലിയില് Kamusta ka kabayan? Hello kuya, how are you my friend? ഈ ഒരു ശൈലി എഫ് ഇല്ല, വാ ബായാണ് പറയുന്നത്. ഇവര് ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് അവര് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ മലയാളി ഹോട്ടലിൽ ഹലോ മൈ ബ്രെയിൻ കുറച്ച് നീട്ടൽ കൂടുതലായിരിക്കും. യെസ് മൈ ഫ്രണ്ട്. അപ്പൊ നമ്മളും കുറച്ച് അങ്ങോട്ട് പറയുമല്ലോ, യെസ് ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ദർ ഈസ് കേരള മീൽസ്, യാ വി ഹാവ്, ദർ ഈസ് fish in you have another food? Yes we have. How much dirham? 25 dirham. 25. Oh my god, where is the other person? You're too much crazy. Other person, give the other person. No, I will give 25. No, before I think 15 only. Now by 25. Why? Maybe you're crazy, too much kachara. അങ്ങനെ കുറച്ച് ഭയങ്കര ശൈലിയാണ്. പിന്നെ അവര് 75 അവര് ഫോൺ നമ്പർ പറയുന്ന ശൈലി ഒന്നുണ്ട്. റൈറ്റ് മൈ നമ്പർ 055 no 555 my friend 55 055 425 70925. താങ്ക് യു. അതുപോലെ ഇവിടെ ഫ്ലഡ് വന്നപ്പോ ഒരാൾ ഓഫീസിൽ അത് ആ റീല് കണ്ടിരുന്നോ? ഒരു ഫിലിപ്പീനി ഇവിടെ ഫ്ലഡ് ടൂ മച്ച് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഓഫീസ് അങ്ങനത്തെ സംഭവങ്ങള് ഫിലിപ്പീൻസിന്റെ ഭയങ്കര രസമാണ്. നമുക്ക് അവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു നിഷ്കളങ്കമാണല്ലോ. തീർച്ചയായും അവര് ഏത് സന്ദർഭം എന്നൊന്നുമല്ല, അവരുടേതായ ഉള്ളിലിരിക്കുന്ന എന്താണോ അത് സംസാരിക്കും. ഇനി എത്ര ക്രൗഡ് ആയിക്കോട്ടെ, തിരക്കുണ്ട്, അതങ്ങനെയാണ്. മൈൻഡിലൊന്നും വെക്കൂല എന്നർത്ഥം. ഈ നിമിഷം ജീവിക്കുന്ന ആൾക്കാരാണ്. എക്സാക്ട്ലി. നമ്മൾ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും ടെൻഷൻ. മലയാളികളോട് നമ്മൾ ചോദിച്ചു നോക്കുക, എന്താ സുഖാണോന്ന് വെച്ചാൽ എന്ത് സുഖം എങ്ങനെ പോകുന്നു എപ്പോഴും പരാതിയായിരിക്കും നമുക്ക്. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഓൾവേസ് ഫൈൻ ആണ്. ഇപ്പൊ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പൊ ഫിലിപ്പീൻസ് ഇവിടെ ഒരുപാടുണ്ട്, അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നാഷണാലിറ്റീനെ ഒന്ന് അനുകരിക്കണം തോന്നിയിട്ടുണ്ടോ? അനുകരിക്കണം തോന്നിയത് നമ്മുടെ പാകിസ്ഥാനികളുടെ ഭാഷ. പാകിസ്ഥാനി ഡ്രൈവേഴ്സ്. അതെ അതെ. ഇപ്പൊ വഴി ചോദിക്കുന്നത്, ഇപ്പൊ ഒരു മലയാളി ചോദിക്കുന്നു, हाँ भाई साहब मेरे को बुर्जुमान जाने का, कैसे जाएगा? हाँ बुर्जुमान जाने का, बुर्जुमान जाएगा, गाड़ी है? हाँ गाड़ी है वो गाड़ी लेके इधर से सीधा जाओ, जाके बाद में उधर एक बड़ा बिल्डिंग मिलेगा, वो बुर्जुमान नहीं है मालूम. उसके बाद में लेफ्ट मार के मालूम, लेफ्ट और राइट कंफ्यूजन नहीं है, सीधा जाके उधर एक बड़ा बिल्डिंग मिलेगा, लंबे वाला माल है वो बुर्जुमान. अभी मालूम किधर पहुंचा? अब केरला.
അവരൊരു ശൈലിയാണ്. അതെ അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ചൊരു കോൺട്രവേഴ്സി സംഭവങ്ങളാണ്. ഇപ്പൊ ഈ ദുബായിലായാലും എവിടെയായാലും ആർട്ടിസ്റ്റുകളെ പല ഷോയ്ക്കും വിളിക്കാറുണ്ട്. പലരുടെയും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഇടുന്ന ഒരു എഫേർട്ട് ഇവർ കണ്ടുവന്ന് വരില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും, അതായത് ഇപ്പൊ ഈവൻ പേയ്മെന്റിന്റെ കാര്യമായാലും എന്തായാലും ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവരോടൊരു ആർട്ടിസ്റ്റിനോട് ഒരു വിമുഖതയും അവൻ ജാടയാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം പലരിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? അത് അല്ല, അങ്ങനത്തെ ഒരു പ്രവണതയോട് എന്താണ് അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ നമ്മള് മലയാളികളുടെ പ്രോഗ്രാം, മലയാളി ആർട്ടിസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന, മലയാളികളെ കൊണ്ടുവരുന്ന പരിപാടികളിൽ മാക്സിമം നമ്മൾ കൂടുതലും പൈസ കുറക്കാനും കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഇതിനൊരു വാല്യൂ കുറച്ച് പ്രശ്നം ഇതാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ പോയി അല്ലെങ്കിൽ അതർ നാഷണാലിറ്റി ആവുമ്പം അവരുടെ ഈ കലയ്ക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഭയങ്കര വാല്യൂ. ഐ മീൻ എസ്പെഷ്യലി അതൊരു എന്താ പറയുക, ഇയാൾ അതിന് ഡിസേർവ്ഡ് ആണ് പൈസക്ക്, അങ്ങനെ ഒരു ഇത് കാണാറുണ്ട് നോർമലി. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഇപ്പം ഞാൻ പണ്ടൊക്കെ എന്താ ഫ്രീ ആയിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എങ്ങനെങ്കിലായിട്ട് നമ്മൾ രക്ഷപ്പെട്ട് വരിക എന്നുള്ള ലക്ഷ്യം മാത്രമാണല്ലോ. പിന്നെ അത്യാവശ്യം റീച്ച് ആയതിനു ശേഷം പിന്നെ ഏത് പ്രോഗ്രാമും പറയും, അതൊരു പേയ്മെന്റ് പറയും. മലയാളികൾക്ക് വാല്യൂ ഉണ്ട്, കലയോട് വാല്യൂ ഉണ്ട്, കല ആസ്വദിക്കും. പക്ഷെ ഒന്ന് പൈസ ഇളക്കുക എന്നുള്ളത് കുറച്ചൊരു പ്രയാസകരമാണ്. എല്ലാരും അല്ല ഞാൻ പറയുന്നത്, വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം അത്. പക്ഷെ നമ്മുടെ അടുത്ത് ആര് പ്രോഗ്രാം പറയുമ്പോഴും ഇത് എന്റെ ഉപജീവന മാർഗമാണ്, എന്റെ പേയ്മെന്റ് ഇതാണ്. നിങ്ങൾക്ക് ചിലപ്പം വിളിക്കാതിരിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. നമ്മൾ അതിലൊന്നും പറയില്ല. എന്റെ കാര്യം ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും മലയാള സിനിമയിൽ ഒരു സമയത്തുള്ള ഒരു അമ്മയിൽ എപ്പോഴും ഒരു വിഷയം വരാറുള്ളതാണ്. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പറഞ്ഞു വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പലരും പേയ്മെന്റ് ഇല്ലാതെ ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകൾ പിന്നീട് അവരുടെ കാലശേഷം അവരുടെ ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത എത്രയോ ആക്ടേഴ്സിനെ മരിച്ചു പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നതല്ലേ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജോലി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനൊരു പ്രതിഫലം വാങ്ങുക എന്നുള്ളത് തെറ്റൊന്നുമല്ല, നമ്മുടെ ഉപജീവന മാർഗമാണ്. അത് നിർബന്ധമായിട്ടും കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പാട്ടുകൾ പല ഗായകരുടെ ശബ്ദത്തിൽ നോക്കാറുണ്ട് അല്ലേ? അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരുടെ പാട്ട് പാടുമ്പോഴാണ്? ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. 90s ഹിന്ദിയൊക്കെ ഭയങ്കര, കുമാർ സാനു, ഉദിത് നാരായണൻ അവരുടെ. ഓക്കെ. तुम छुपा ना सकोगी मैं वो राज हो, तुम भुला ना सकोगी वो अंदाज हो, गूंजता हो जो दिल में तो है राह क्यों, मैं तुम्हारी नजर की ते आवाज हो, देखती हो मुझे देखती हो जहाँ, मैं यहाँ हो यहाँ हूँ यहाँ हूँ यहाँ, कैसे सरहदें कैसे मजबूरियाँ, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ. സ്റ്റേജിൽ പാടുന്ന ഒരു എഫക്ട് കിട്ടൂല. തീർച്ചയായും പരിമിതികൾ പ്രേക്ഷകർക്ക് അറിയാം, പ്രശ്നമില്ല. മലയാളത്തിലെ സിംഗേഴ്സ് എങ്ങനെയാണ്? മലയാളത്തില് ജാസി ഗിഫ്റ്റിന്റെ, ജാസി ഏട്ടന്റെ കൂടെയൊക്കെ കുറെ ഷോ ചെയ്യാറുണ്ട്. പുള്ളിയുടെ അന്നക്കിൽ നീ എന്നിലെ വർണ്ണക്കര വേറി വന്നു, കന്നിക്കിൽ നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊയിലാതെ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാലായി മറിമാനായി മാറി, തില്ലേലെ തില്ലേലെ രുംചനക്കിനതില്ലേ അസംഭവം. ഈ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കുറെ പേര് ചെയ്യാറുണ്ട്, ഒരുപാട് പേരുടെ ആർട്ടിസ്റ്റുകൾ ചെയ്യാറുണ്ട്. എന്നാലും നമുക്കൊരു കോൾ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് കോളിലേക്ക്. ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ സംസാരിക്കൂ. ഹലോ, ആരാണ്? കട്ടായി. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ഇന്നാളെ ഞാൻ അനുകരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ഏതാണ് അങ്ങനെ കുറെ പേരുണ്ടാവും. എന്നാലും അത് ഓരോ ഫാൻസ് ബേസ് ചിലത് ഇപ്പം മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആളുകളെ ഓഡിയൻസിന്റെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മമ്മൂക്കയുടെ വോയിസ് ചെയ്യുമ്പോൾ അവർ തരുന്ന ഒരു ഹർഷാരവും കയ്യടിയും ആ ഒരു സന്തോഷ കൂവലൊക്കെ ഉണ്ട്. അന്നേരം നമുക്കൊരു സന്തോഷം കിട്ടാറുണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. ആരാണ്? ഷൈബാഷ് ആണ്. ഷൈബാസ്. ഷൈബാഷ്. ഷൈബാസ് എവിടെ നിന്ന് വിളിക്കുന്നു? ഷൈബാഷ്. ഷൈബാഷ്. ഷൈബാഷ് പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കിസീസിലാണ്. കിസീസിലാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഹലോ, ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. നമ്മോടൊപ്പം സമദ് സാബ് ഉണ്ട്, സംസാരിക്കൂ. അതെ അതെ അതെ, ഞാൻ കണ്ടു. ഞാൻ പുള്ളിയുടെ ഏകദേശം ഒരു അടുത്ത നാട്ടുകാരനാണ്, പയ്യന്നൂരാണ്. ഞാൻ തളിപ്പറമ്പാ. അതെ, ഇവിടെ ഉള്ളതാണ്, ദുബായിലുള്ളതാണ്. എവിടെയാണ്? ദുബായിൽ ഞാനിപ്പോ ഒരു ഫ്രീലാൻസ് വിസ ഉണ്ട്. കൂടുതൽ ടൈം ദുബായിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പോകുന്നത്. എനിക്ക് മിമിക്രി താല്പര്യമുള്ള ഒരാളായിരുന്നു പണ്ട് ചെറുപ്പത്തില്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. ഏതെങ്കിലും താരങ്ങളെ എടുക്കോ? നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പണ്ട് ഈ നമ്മളിപ്പോ പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. ഏതെങ്കിലും താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യോ? പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മള് സൗണ്ട് ഒക്കെ പോയി. എന്നാലും ഇപ്പൊ അങ്ങനെ ഈ പുള്ളി പറഞ്ഞ പോലെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൗണ്ട് ഒക്കെ പോയി. എന്നാലും ഒന്ന് നോക്കാം. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും ഓർമ്മയില്ല. എന്നാലും ഒരു ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു താരം, ഞാൻ ഒരു രണ്ടുപേര് പറയാം. ഒരു നമ്മുടെ ലാലു അലക്സിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. തീർച്ചയായും തീർച്ചയായും. പേഴ്സണലായിട്ട് പറയുക, നിനക്കൊന്നും തോന്നാൻ വേണ്ടി പറഞ്ഞതല്ല. ഷബാഷ്, വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടെ സമദ് ഭായ്, നമ്മുടെ സാധാരണ എല്ലാവരും ചെയ്യാറുള്ള നടുമുടി വേണം. ഓക്കെ, പഠിത്തു ഇവിടെ ആൾക്കൂട്ടം അങ്ങനെ കൊറേ നോക്കാറുണ്ട് അല്ലേ? അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അതാണ് എനിക്ക് ചെറിയ ചെറിയ നമ്മുടെ, അതായത് പണ്ട് അവര് ആൾക്കാർ എടുത്ത സൗണ്ട് മാത്രമാണ് ഞങ്ങൾ അനുകരിക്കാറുള്ളത്. അപ്പൊ ഷഹബാഷ്, ഇപ്പോൾ സമദ് ഭായ് ഉണ്ട് ഇവിടെ. സമദ് ഭായ് എടുക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും താരങ്ങളുണ്ടോ? സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമ്മുടെ ജാവയില്ല, നമ്മുടെ ജാവ എന്ന് പറയുന്ന ഒരാളില്ലേ? ജാവ പ്രേമത്തിന്. ഓ, മറ്റേ വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട് അല്ലേ? വിനയ് ഫോർട്ട്. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാ പറ്റുമോ? സത്യം പറഞ്ഞാൽ അത് ചെയ്യാറില്ല. അതെ അല്ലേ? പിന്നെ മറ്റേ ഈ ഡയലോഗ് അല്ലേ? ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? ഞാനിവിടെ UBL ചാനലിൽ വന്നു, നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഇത് ആദ്യമായിട്ടാണ് ഇതങ്ങനെ എടുക്കാറില്ല. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ പറയുമ്പോ ശരിക്കും അതെങ്ങനെയാ ഒരു ചാലഞ്ച് എടുക്കാറ്? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഇതുപോലെ പെട്ടെന്ന് വന്നിട്ടൊരു സ്പോട്ട് പറയുകയാണെങ്കിൽ ഒരു 150 താരങ്ങളുടെ വോയിസിന്റെ എന്തെങ്കിലും ഒരു സംഭവം എന്റെ മൈൻഡിൽ ഉണ്ടാവും. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. ചിലപ്പോൾ ഒരു 5 എണ്ണം പറയുമ്പോൾ എന്തായാലും ഒന്ന് കൂടുന്നു. ഓ ശരി. ഓക്കെ. അതുപോലെ തന്നെ ഈ ചുറ്റുപാടുള്ള നിരീക്ഷണത്തിലേക്ക് വരാം. മെട്രോ ഒരു സംഭവം വളരെ രസമായിട്ട് കാണിക്കാറുണ്ട്. അത് നമ്മുടെ ലൈഫിനെ ചുറ്റിപ്പറ്റി കിട്ടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കാം. ഓക്കെ. ദുബായിലൂടെ എല്ലാവരും മെട്രോ യാത്ര ചെയ്യുന്നവരാണ്. വോയിസിന്റെ കറപ്ഷനൊക്കെ ഉണ്ടാവും, എന്നാലും എൻ്റെതായ ഒരു ശൈലി ഞാൻ പറയാം. الرشا التبا الجبال والمتصلة ساينس الخيلة رصيف الخور رصيف راشدية. Your attention please. The train to Rashidiyah will be back from Rashidiyah platform. Al-Mahad al-Kadim al-Hiya Burj Khalifa Dubai Mall. The next station is Burj Khalifa Dubai Mall. Al-Mahad al-Kadim al-Hiya Burj Khalifa. This is interchange station between Dubai Metro, red and
ഗ്രീൻ ലൈൻ. സാധാരണ ഈ മിമിക്രി ആർട്ടിസ്റ്റ്, മലയാളി മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ ഇങ്ങനത്തെ മെട്രോപോളിറ്റൻ വേറെ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ സ്ലാങ്ങും വൊക്കാബുലറിയാണ്. സമുദായയുടെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ അതോ നോക്കാറുണ്ടോ? ഇങ്ങനത്തെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മെട്രോയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആളല്ലേ, അപ്പം എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ കേൾക്കുമ്പോൾ അത് പരമാവധി എന്തൊക്കെയാണ് എന്നുള്ള ഒരു സംഭവം ഒബ്സർവ് ചെയ്യും. ഏതെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ എടുക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പം ചില ആൾ ഈ കാവ്യമാധവൻ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ചുമ്മാ പറയും. എന്തോരാളുകളെ ഇവിടെ നിങ്ങളൊക്കെ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ വീട് നീലേശ്വരത്താണെന്ന് അറിയാലോ അല്ലേ? അങ്ങനെയൊക്കെ പറയും വെറുതെ. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം UBLക്ക് വന്നതിലും ടോക്ക് ഓഫ് ദ ടൗണിൽ പങ്കെടുത്തതിലും. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. അപ്പോൾ രാധിക, നമുക്ക് വൈൻഡപ്പ് ചെയ്താലും പാട്ടോട് കൂടി വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ അതിലെ ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിലെ പാട്ടോടുകൂടി നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് വികാസ് കാർത്തിക്. क्या सच है और क्या है माया, कोई यहाँ समझ नहीं पाया. दुनिया चलती है बस फरेबी से, अपना नहीं रहा है अपना साया. यहाँ मामूली नहीं कोई भी, एक धंधे में गलती भी है सही. दुनिया का है क्या जो कहती है कहे, इस जलसे की भी दवाई है नहीं. जीबर के अब जिले बिरे दीवारम कीरे बिरे रोकने कोई हम हो यहाँ. सरी छंचन बुला दे रे दोड़ी सी पीला दे रे योगी घूमे चूमे ये जहाँ. ओ यारा जस्तान नाचे नाचे डंगारा बाजे बाजे धूम तड़ाके हाँ. दीवानी सारे रफ्तारा नाचे नाचे डंगारा बाजे बाजे के हाँ. यहाँ मामूली नहीं कोई भी, इस धंधे में गलती भी है सही. थैंक यू.